സഹോദരങ്ങളെ, സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞു, തൂബാ ലിമൻ തറക ശഹ്വതൻ ഹാദിറ ലിമൗഇദിൻ ഗൈബിൻ ലം യറ. ആസന്നമായ നമുക്കിഷ്ടപ്പെട്ടൊരു സംഗതി, അത് നമ്മൾ കാണാത്തൊരു സംഗതിക്ക് വേണ്ടി ഒഴിവാക്കിയൊരുത്തൻ, അവന് സ്വാഗതം, അവന് സ്വർഗത്തിലേക്ക് മംഗളം. നമ്മുടെ കൺമുമ്പിലൊരു സംഗതിയുണ്ട്, ആ സംഗതി നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, വളരെ ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ആഗ്രഹമാണ്, മോഹമാണ്, സ്വപ്നമാണ്, അഭിലാഷമാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ച നിത്യസംഭവമാണ്. അതാണല്ലോ നോമ്പിൽ നമ്മൾ ഒഴിവാക്കുന്ന സംഗതികൾ. എന്താണ്? ഭക്ഷണം, വെള്ളം, നമുക്ക് വേണ്ടപ്പെട്ട ഇണയുമായിട്ടുള്ള ശാരീരിക ബന്ധം, ഇതൊക്കെ അള്ളാഹു നമുക്ക് ഹലാലാക്കിയതാണ്. ഒരിക്കലും ഇത് ഹറാമല്ല. ആണോ? റമദാനിന് മുമ്പ് വരെ, ഇനി റമദാനിന് ശേഷം, റമദാനിൽ തന്നെ പകലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഹറാമാക്കിയത്. മറ്റുള്ള എല്ലാ സന്ദർഭത്തിലും നമുക്കത് ഹലാലാണ്, നിത്യജീവിതത്തിലെ നിത്യസംഭവമാണ്. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സംഗതി നമ്മൾ ഒഴിവാക്കുകയാണ്. എന്തിനു വേണ്ടി? ലിമൗഇദിൻ ഗൈബിൻ ലം യറ. ഒരിക്കലും നാം കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ട് മാത്രം അറിവുള്ള, അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂല് പറഞ്ഞു, ഇത് ഒഴിവാക്കിയാൽ സ്വർഗമുണ്ട്, റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്, സ്വർഗപ്രവേശമുണ്ട്, നരകമോചനമുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാണാത്ത ചിലതിനു വേണ്ടി നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഇവർക്ക് സ്വർഗത്തിലേക്ക് സ്വാഗതം, മംഗളം എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് റമദാനിൽ നമ്മുടെ ഇബാദത്ത്. ഇതിന്റെ ആകത്തുക ഇതാണ്. നമ്മുടെ കൺമുമ്പിലുള്ള ഇഷ്ടപ്പെട്ട സംഗതികൾ കാണാത്ത ലോകത്തിനു വേണ്ടി, കാണാത്ത റബ്ബിന്റെ, കാണാത്ത സ്വർഗത്തിനു വേണ്ടി അത് ആഗ്രഹം ജനിച്ച് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ഉയരാൻ പറ്റുന്ന ഏറ്റവും ഇസ്ലാമിന്റെ ടോപ്പ് ലെവൽ, ഇഹ്സാൻ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിച്ച മഹത്തായ ഹദീസ് ജിബ്രീൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു, ഈമാൻ എന്താണെന്ന് ചോദിച്ചു, മൂന്നാമതായി എന്താ ചോദിച്ചത്? എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ നിന്റെ കൺമുമ്പിൽ നീ അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അവനെ കാണുന്നത് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഇബാദത്ത് ചെയ്യണം. ഇനി അതെല്ലാവർക്കും സാധിച്ചോളുന്നില്ല. ഫഇൻ ലം തകുൻ തറാഹു, അങ്ങനെ നിനക്ക് അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ് നിനക്ക് അതിനുള്ള മാർഗം? ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ നീ അവൻ ഇബാദത്ത് ചെയ്യണം. ഇത് മാത്രമാണ് റമദാനിലെ നോമ്പെടുക്കാനും ഇബാദത്തുകൾ ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ, ഹലാലായ ബന്ധം സ്ഥാപിച്ചാൽ അള്ളാഹു കാണുന്നു, എനിക്കിഷ്ടപ്പെട്ടതാണ്, എനിക്ക് ഏറ്റവും നിത്യജീവിതത്തിൽ എന്റെ നിത്യസംഭവമായതാണ്, പക്ഷേ ഫഇന്നഹു യറാക്, അള്ളാഹു എന്നെ കാണുന്നു, അവന് വേണ്ടി ഒഴിവാക്കുന്നു. ഇത് ശീലിപ്പിക്കുന്ന റമദാൻ മാസം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവൻ കാണുന്നു, അവനെ കാണുന്നത് പോലെ നമ്മളത് ഒഴിവാക്കുന്നു. ഇത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ, ഓരോ മനുഷ്യരുടെയും ഖിയാമത്താകുന്ന മരണം വരെ നമ്മൾ ശീലിക്കേണ്ടുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള മാനദണ്ഡം. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ അതിന് മഹത്തായ അവസരമാക്കി നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.